ഹലോ, ക്രേസി ലേസി പ്രിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് കോമൺ ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്യാറുള്ള ഹെയർ സ്റ്റൈലാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് അറിഞ്ഞൂടാത്തവരും കാണുമായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത്. ഐഡിയ കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് ഒറ്റ ഹെയർ സ്റ്റൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ശ്രമിക്കാം. ഇന്ന് ഞാൻ വീട്ടിൽ ഇരുന്നപ്പോൾ ഞാൻ വെച്ച് ഓക്കെ കുറച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യാം. അപ്പം ഞാൻ എത്ര ഹെയർ സ്റ്റൈലിനകത്ത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യമേ തന്നെ നമ്മൾ എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ് മുടിയുടെ ചട നല്ല പോലെ നമ്മൾ കോംബ് ചെയ്ത് കളഞ്ഞ് നീറ്റായിട്ട് എടുക്കുക. ഇപ്പം നമ്മൾ ഷാമ്പു ചെയ്ത ഒരു ഹെയറാണ്, ഫ്രിസി ആയിട്ട് ഇരിക്കാത്ത ഹെയർ ആണെങ്കിൽ കുറച്ചുകൂടി ഇതായിരിക്കും. ഇപ്പം ഫ്രിസി ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അതിനനുസരിച്ചുള്ള നല്ല സെറം യൂസ് ചെയ്യാം. സെറം വെച്ച് യൂസ് ചെയ്താൽ മുടി കുറച്ച് നല്ല നീറ്റായിട്ടൊക്കെ ഇരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ വീഡിയോയിൽ ചിലപ്പം മുടി നല്ല നീറ്റായിട്ടല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ ഇരിക്കുമല്ലേ, അപ്പം ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യണമെന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒരു ഹെയർ തന്നെ ഞാൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യായിട്ട് പലതായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. പക്ഷേ എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നേരത്തെ കാണിച്ചത്. അപ്പം നമുക്ക് ഒരു ഹെയർ സ്റ്റൈൽ വെച്ച് പല പല രീതിയിൽ ചെയ്യാം. പിന്നെ ഇന്നത്തെ മോസ്റ്റായിട്ടും കാണിക്കുന്നത് ഒരു പിന്നലാണ്. ആ പിന്നിൽ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നമുക്ക് മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെയും ട്രഡീഷണൽ ഡ്രസ്സിൻ്റെയും കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ പോകുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഇപ്പം ഈ കാണിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം പിന്നിലൊക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി യൂസ്ഫുള്ളായിരിക്കും. പിന്നെ മുടി നമ്മൾ ഓരോ പിന്നുമ്പോഴും നമ്മൾ ഇത് കോംബ് ചെയ്ത് സെക്ഷൻ ബൈ സെക്ഷനായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് ഇരിക്കും. പിന്നെ ഞാനിത് അത്യാവശ്യം ഒറ്റ വീഡിയോയിൽ തന്നെ എന്താ പറയുക ഹെയർ സ്റ്റൈൽസ് ഒക്കെ കാണിച്ച് തരുന്നുണ്ട്. അത്യാവശ്യം മുടി എവിടേക്ക് പൊന്തിരിക്കും. പിന്നെ ക്യാമറ നോക്കിയാണ് ഞാൻ ചെയ്യുന്നത്, അപ്പം മുടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ കൂടുതലും ഓപ്പൺ ഹെയർ ആണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്, കാരണം കെട്ടാനുള്ള മടിക്ക്. അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാനിങ്ങനെ വാരി കെട്ടാറുണ്ട്. പിന്നെ നമ്മൾ ജോലിക്കാണ് പോകുമ്പോഴൊക്കെ പറ്റിയൊരു ഹെയർ സ്റ്റൈലുകളൊക്കെ ഉണ്ട്. എപ്പോഴും മുടി അയച്ചിടുമ്പം വലിയ രസം കാണില്ല, കാരണം സംടൈംസ് നമ്മുടെ ഹെയർ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും, ഒരു ഭംഗി കാണില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള ടൈമിൽ ഈ ഒരു പിന്നെ നമ്മൾ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതെല്ലാവർക്കും ചേരുന്ന ഒരു ഹെയർ സ്റ്റൈലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതും കൂടെ ആയതുകൊണ്ട് നമ്മൾ എന്താ പറയുക, പിന്നെ എല്ലാ ഡ്രസ്സിനോടും കൂടെ ചേരുന്ന ടൈപ്പാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. വളരെ കൊച്ചു കുട്ടികൾക്ക് കൂടി ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മുടി വെട്ടിയിരിക്കുന്നുണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ. അവിടെ ഒരു കുട്ടി കൊമ്പായിട്ടൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇത് ചുരിദാറിൻ്റെ കൂടെയൊക്കെ നല്ല രസമായിരിക്കും. നല്ല ഒരു കമ്മലിട്ടുകയാണെങ്കിൽ, നല്ല ഹാങ്ങുള്ള കമ്മലിടുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഇയറിങ് ഇടുക. അപ്പം കുറച്ചുകൂടി പാങ്ങായിരിക്കും, ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ ആയിരിക്കും. ഇത് എല്ലാത്തിൻ്റെയും കൂടെ പോകും. പിന്നെ ചുരിദാറിൻ്റെ കൂടെ ഞാൻ എക്സ്പെഷ്യൽ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ഗേൾസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പം കാണിക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ ഡുങ്കിരിയുടെ കൂടെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ. മുടി നല്ല ഒതുങ്ങിയിരിക്കും. നമ്മളിങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ നല്ല അയച്ചിട്ടിടുകയാണെങ്കിൽ നല്ല കേളി ആയിട്ട് ഇരിക്കും. ഒരു രാത്രിയിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് നല്ല കേളിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ട് കിടന്നാലും നല്ലതായിരിക്കും. ഇങ്ങനെ നല്ല വേവി ആയിട്ട് നല്ല രസമായിരിക്കും. പിന്നെ ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ ആരും ഇത് കെട്ടാതിരിക്കുക. പിന്നെ മുടിയൊക്കെ വളഞ്ഞും പൊളഞ്ഞും പോയത് പറയണ്ടല്ലോ. പിന്നെ മുടിയൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടുക, മുടി ഒതുക്കുക. നമുക്ക് ദൂരെ യാത്രക്കൊക്കെ പോകുമ്പോൾ ഇത് കുറച്ചുകൂടി നല്ലതായിരിക്കും. കാറ്റത്ത് പറക്കില്ല. 2 വീലറിൽ പോകുന്നവർക്ക് ഇതുപോലൊരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് ഹെൽമെറ്റ് വെച്ചാലും കുഴപ്പമില്ല, നല്ല സെറ്റാണ്. അത്യാവശ്യം നല്ല ലുക്കാണ്. നമുക്ക് ട്രഡീഷണൽ ലുക്കും വെസ്റ്റേൺ ലുക്കും എല്ലാം നമ്മൾ ഈ ഹെയർ സ്റ്റൈലിൽ എനിക്ക് തോന്നുന്നു സ്റ്റഡ് ഇടുന്ന കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ ഓരോ ഹെയർ സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് ഇയറിങ് മാറ്റിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സ്റ്റഡ് ഇട്ടാലും നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെയൊക്കെ സ്റ്റഡ് നന്നായിട്ട് പോകുമെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു പിന്നിൽ വെച്ചിട്ട് നമുക്ക് ട്രഡീഷണൽ സാരിയോടൊപ്പം തന്നെ വേറെ വേറെ രീതിയിൽ, അതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഇത് നമുക്ക് ഒറ്റയായിട്ട് ഇടാം. ഒറ്റയായിട്ട് കെട്ടുമ്പോഴും ഒരു ലുക്കാണ്, കുറച്ചും എന്താ പറയുക മോഡൽ ലുക്കാണ്. നമുക്ക് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാം. പിന്നെ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലിൽ എനിക്ക് തോന്നുന്ന ഒരു സ്റ്റഡായിരിക്കും കുറച്ചൊരു ബെറ്റർ. കാരണം ഇത് താഴോട്ട് പിന്നീട് അത് ഞാൻ കാണിച്ചില്ല, സോറി. അതായത് നിങ്ങൾക്കറിയാം, നമുക്ക് താഴെ അറ്റം വരെ പിന്നണമെങ്കിലും പിന്നാം, അതും നല്ലൊരു ലുക്കാണ്. ഇനിയിപ്പോൾ മുടി ചരിച്ചെടുത്ത് നമ്മുടെ സാരിയുടെയൊക്കെ കൂടെ ഒരിടെ സമന്തയുടെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ പോലെയൊക്കെ ഉണ്ട്.
സാരിയുടെ കൂടെയൊക്കെ നമുക്ക് ട്രഡീഷണൽ ലുക്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇയറിങ് സ്റ്റഡും ചേരും, ഹാങ്ങിങ് ഇയറിങ്സും ചേരും. കാരണം ജിമിക്കൊക്കെ ഇതിൻ്റെ കൂടെയൊക്കെ ഇട്ട ഒരു പ്രത്യേക ലുക്കാണ്. എനിക്ക് ഇങ്ങനെ ഹെയർ സ്റ്റൈൽ സാരിയോടൊപ്പം ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഇനി ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം ഇങ്ങനെ നോക്കിയത് നമുക്ക് സാധാ അല്ലാണ്ട് ഒന്ന് ഇട്ട് നോക്കാം. എനിക്ക് ഇതും ഭയങ്കര ഇഷ്ടമായി. ഇത് ക്ലിപ്പ് നല്ല കറക്റ്റ് സ്ലൈഡ് തന്നെ കുത്തുക. ഞാൻ ജസ്റ്റ് കാണിച്ചതുകൊണ്ട് ശരിക്കും ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചത്. അങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. സ്റ്റൈൽ ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മുടെ ഒരു കയ്യിലിരിക്കും. ഇന്ന ഡ്രസ്സിനോട് ഇന്ന ഹെയർ സ്റ്റൈൽ അങ്ങനെയും ഉണ്ട്. പക്ഷേ ഈ ഒരു പിന്നിൽ നമുക്ക് പിന്നുമ്പം നമ്മുടെ ഡ്രസ്സ് അനുസരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ആയിപ്പോവും. ഇനി ഇത് വെച്ച് വേറെയും ഉണ്ട് സ്റ്റൈലിങ്. ഞാൻ അടുത്ത വീഡിയോകളിൽ കാണിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ലാഗായിപ്പോവും. ഞാൻ പറഞ്ഞത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇങ്ങനെ പിന്നിട്ട് നമുക്ക് സാരിയുടെ സ്റ്റൈൽ ചെയ്യാം. ലോങ് ഹെയറിന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ. ഇനിയൊരു അടിപൊളി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ സ്റ്റൈലിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരെ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർക്ക് ബൈ ബൈ.